തമിഴ്നാട്ടിൽ വ്യാജ ചാരായ വിൽപ്പന ഇപ്പോഴും വ്യാപകമായി നടക്കുന്നുവെന്ന് റിപ്പോർട്ട്. ചെറിയ പ്ലാസ്റ്റിക് പാക്കറ്റുകളിലാക്കി ഇരുചക്ര വാഹനങ്ങളിലാണ് വിൽപ്പന. അതേസമയം കള്ളക്കുറിച്ചി മദ്യദുരന്ത കേസിൽ അറസ്റ്റിലായ ചിന്നദുരൈ നിരവധി വ്യാജ മദ്യ കേസുകളിൽ പ്രതിയാണെന്ന ഞെട്ടിക്കുന്ന വിവരം പുറത്തു വന്നിട്ടുണ്ട്. പാക്കറ്റ് ചാരായവും അതുണ്ടാക്കുന്ന ദുരന്തവും പലകുറി കണ്ടിട്ടും തമിഴ്നാട്ടിൽ വ്യാജ ചാരായ വിൽപ്പന ഇപ്പോഴും തകൃതി. ചെറിയ പ്ലാസ്റ്റിക് പാക്കറ്റുകളിലാക്കി സാധാരണ തൊഴിലാളികളെ ലക്ഷ്യം വെച്ച് വിൽപ്പനക്കാരെത്തും. പരസ്യമായി നടത്തുന്ന വിൽപ്പനയുടെ ദൃശ്യങ്ങൾ സഹിതം പുറത്തു വന്നിട്ടും അധികൃതർ അറിഞ്ഞ മട്ടില്ല. അതേസമയം കള്ളക്കുറിച്ചി മദ്യദുരന്ത കേസിൽ അറസ്റ്റിലായ മുഖ്യപ്രതികളായ ചിന്നദുരൈയും മാതേഷും ചെറിയ മീനുകളല്ലെന്നാണ് വിവരം. ഏകദേശം 100-നടുത്ത വ്യാജമദ്യ കേസുകളിൽ ചിന്നദുരൈ പ്രതിയാണെന്ന സൂചനയുണ്ട്. കള്ളക്കുറിച്ചിയിൽ ചാരായത്തിൽ കലക്കാൻ മെഥനോൾ എത്തിച്ചു നൽകിയതും ഇതേ ചിന്നദുരൈയാണ്. കേസിൽ ഇന്ന് പിടിയിലായ മാതേഷാകട്ടെ നേരത്തെ യക്കിയാർകുപ്പം വിഷമദ്യ കേസിൽ അറസ്റ്റിലായിരുന്നു. ഗുണ്ടാവിരുദ്ധ നിയമപ്രകാരം അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ച ഇയാൾ അടുത്തിടെയാണ് പുറത്തിറങ്ങിയതും. രാജ്യം അടുത്തിടെ കണ്ട ഏറ്റവും വലിയ മനുഷ്യനിർമ്മിത ദുരന്തമാണ് കള്ളക്കുറിച്ചിയിലേത്. മരണസംഖ്യ ഇപ്പോഴും ക്രമാതീതമായി ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. വ്യാജ മദ്യമാഫിയക്കെതിരെ കർശന നടപടിയെടുക്കേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞു. ക്യാമറാമാൻ മുഹമ്മദിനൊപ്പം കള്ളക്കുറിച്ചിയിൽ നിന്നും എസ് ശ്രീകാന്ത്, 24. 100-ലേറെ വ്യാജമദ്യ കേസുകളിൽ പ്രതിയായ മുഖ്യപ്രതി ചിന്നദുരൈയെ കൃത്യമായി മോണിറ്റർ ചെയ്യുന്നതിൽ വീഴ്ച വരുത്തിയതാണ് 52 ജീവനുകൾ പൊലിയാൻ കാരണമെന്ന കാര്യത്തിൽ സംശയമില്ല.